ഗായ്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഹാപ്പി ന്യൂസുകളാണ് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ പലർക്കും അതൊരു ഇഷ്ടപ്പെടാത്ത ന്യൂസ് ആകാം, എന്നാൽ പലർക്കും അത് ഇഷ്ടപ്പെടുന്ന ന്യൂസ് ആകാം. പ്രത്യേകിച്ച് ഐഫോൺ യൂസേഴ്സിന് ഇതൊരു താല്പര്യം കൂടിയ വീഡിയോ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മളെ വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടി അടിച്ചു പൊട്ടിച്ചേക്കുക. അടിച്ചാലും അടിച്ചില്ലല്ലോ എന്തെങ്കിലും എന്താ അപ്ഡേറ്റ് എന്നല്ലേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളെ പുതിയ iPhone 15 അതേപോലെ തന്നെ നമ്മളെ ആപ്പിൾ iWatch പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ എയർപോർട്ട് സീരീസിലാണെങ്കിലും. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ഒഫീഷ്യൽ ഇവന്റ് ഈ വരുന്ന സെപ്റ്റംബർ 12-ാം തീയതി 10:30 മണിക്ക് രാത്രി നാട്ടിലും 9 മണിക്ക് UAE-ലും നമുക്ക് ആ ടൈമിൽ കാണാൻ പറ്റും. അതായത് 1.5 മണിക്കൂർ ഡിഫറൻറ്റ് ഉണ്ട് UAE-യും നാട്ടുമായിട്ടുള്ള. അപ്പം ആ ഒരു ടൈമിലാണ് ഇതിന്റെ ഒഫീഷ്യൽ ഇവന്റ് നടക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ള UAE-ലാണ്, അതുകൊണ്ടാണ് UAE പറയാൻ കാരണം. ഇപ്പം അതൊരു സീനാക്കി എടുക്കണ്ട. അപ്പം എന്തൊക്കെയാണ് അതിന് മുമ്പായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇവന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇനിയിപ്പോൾ എല്ലാം രാത്രി നാട്ടപ്പാതിർക്ക് ടിവിന്റെ മുമ്പില്, കമ്പ്യൂട്ടറിന്റെ മുമ്പില്, ഫോണിന്റെ മുമ്പിൽ. ഇതിപ്പോൾ എന്താണ് 3 കണ്ണ് മാറിക്കണോ, 4 കണ്ണ് വന്നിക്കണോ, ഇതൊക്കെ തന്നെ പരിപാടി ഇപ്പോൾ. കാരണം ഐഫോണിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നോ എന്ന് അറിയാൻ കുറേ ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കാരണം ഈ S23 വന്ന ടൈമിൽ ഇവർക്ക് ഒരു നല്ലൊരു കോമ്പറ്റീറ്റർ ആയിരുന്നു. അപ്പോൾ ഇതുമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അറിയണോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ്. അപ്പം നമുക്ക് കിട്ടിയ ചില കാര്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാണ്. അപ്പം പിടിച്ചോ, ഫസ്റ്റ് അപ്ഡേറ്റ് ഇതിൽ വരുന്നത് Type-C സോക്കറ്റാണ്. നമ്മൾ ചാർജിങ് സ്ലോട്ട് വരുന്നത് Type-C ആണ്. USB 2.0, അതായത് Type-Cയിൽ ഒരു പുതിയ മോഡൽ എന്തെങ്കിലും. അപ്പോൾ Type-C ആണ് വരുന്നത്. പിന്നെന്ത് ചെയ്യാം, നമുക്ക് ഏത് Type-C ചാർജർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാവുന്നതാണ്. 6S പെരിസ്കോപ്പ് സൂമിങ് ലെൻസ് വരുന്നുണ്ട്. അതായത് പ്രോ മാക്സിൽ മാത്രമേ ആ ഒരു ഇതുള്ളൂ. പിന്നെ ആക്ഷൻ ബട്ടൺസ് ഐ തിങ്ക് ഓൾ സീരീസിൽ ഉണ്ട്. അത് ആക്ഷൻ ബട്ടൺ വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റാനിയം ബിൽഡ് ക്വാളിറ്റിയാണ് അതിൽ വരുന്നത്. പിന്നെ ഇനി മുതൽക്ക് നമുക്ക് ഐഫോൺ സീരീസിൽ ഗോൾഡ് കളർ ഇല്ല, ഗോൾഡ് കളർ ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരം വേറെ 4 കളറാണ് വരുന്നത്. നോർമൽ വരുന്ന അതിൽ തന്നെ ബ്ലൂ, പിന്നെ ഗ്രാഫൈറ്റ്, പിന്നെ സിൽവർ, പിന്നെ ഒരു എക്സ്ട്രാ കളർ ആഡ് ആയിട്ടുണ്ട്. അപ്പം ഗോൾഡ് ഇനി ഉണ്ടാവില്ല. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വർഷം നമുക്ക് വളരെ ചെറിയ ബെസലായിരിക്കും ഐഫോൺ 15 സീരീസിൽ വരുന്നത്. അപ്പം ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പം എനിക്ക് വേറൊന്നും കൂടെ ഓർമ്മ വരുന്നുണ്ട്. നമ്മുടെ ഇനി അഥവാ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സാംസങ് ഗാലക്സി S24 എങ്ങനെയായിരിക്കും. പക്ഷെ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം മേ ബി എന്തെങ്കിലുമൊക്കെ അതിലും ഉണ്ടാവും സ്പെഷ്യൽ. അപ്പം തുടർച്ചയായിട്ടുള്ള വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനും അറിവ് നേടാനും നമ്മളെ ചാനൽ അറിവ് നേടണമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും വേണ്ടില്ല, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ആക്കുക. അപ്പം വീണ്ടും കാണുന്നത് വരെ ഗുഡ് നൈറ്റ്.